ഹലോ എവരി വൺ. അപ്പോൾ വീണ്ടും ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ശരത്. അപ്പം ഇന്ന് നമ്മൾ ബാ ബാബ ദിലീപേട്ടൻ്റെ അപ്കമിങ് സിനിമയാണ്. വളരെയധികം എക്സൈറ്റ്മെൻറ്റോടെ കാത്തിരിക്കുന്ന ഒരു സിനിമ കൂടിയാണ്. കാരണം കുറേ നാളെ ദിലീപേട്ടനെ ഒരു മാസ് ക്യാരക്ടറിൽ കണ്ടിട്ട്. പിന്നെ ലാസ്റ്റ് കണ്ടത് കമ്മാരസംഭവം സിനിമയിലെന്തോ ആയിരുന്നു തോന്നുന്നു. മര്യാദയ്ക്കൊരു മാസ് റോളിൽ കണ്ടു. പിന്നെ പറയേണ്ട ആവശ്യമില്ല, ഒരു ലാലേട്ടൻ ഫാൻ എന്നുള്ള നിലയിൽ ലാലേട്ടനും പടത്തിലുണ്ടെന്ന് കേൾക്കുമ്പോൾ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ്. അത് വേറെ കാര്യം. അപ്പോൾ അതിൻ്റെ ടീസർ ഇപ്പോൾ ഇറങ്ങും, അല്ലെങ്കിൽ ഇറങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ അത് റിയാക്ട് ചെയ്യാനാണ് നമ്മളിവിടെ വന്നേക്കുന്നത്. അതിന് മുമ്പ് ഈ റിയാക്ഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു കാര്യം. ഈ യൂട്യൂബ് ചാനലൊക്കെ നമ്മൾ നടത്തുമ്പോൾ അതിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് 1000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുക എന്നുള്ളതാണ്. ഒരു 4000 വാച്ച് അവർ എന്നുള്ളൊരു ഒരു കടമ്പ കൂടി ഉണ്ട് കടക്കേണ്ടത്. പക്ഷെ അത് പിന്നെയും നമുക്ക് കടക്കാൻ പറ്റുമെന്ന് കരുതാം. പക്ഷെ ആയിരം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താന്ന് പറഞ്ഞ ഒരു നിസ്സാര കാര്യമല്ല. അപ്പോൾ ഇപ്പോൾ എൻ്റെ ഈ ചാനലിൽ വീഡിയോസ് കാണുന്ന ഭൂരിപക്ഷം പേരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ചാനൽ എന്നുള്ള എനിക്ക് നല്ലപോലെ അറിയാം. അപ്പോൾ ദയവ് ചെയ്ത് ഒന്ന് പോസ് ചെയ്തിട്ട് ഒന്നടിയിലേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ടാവും. ആ സബ്സ്ക്രൈബ് ബട്ടണും ആ ലൈക്ക് ബട്ടണും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പരമാവധി ചാനൽ ഷെയർ ചെയ്യാൻ നോക്കുക, വീഡിയോസും ഷെയർ ചെയ്യാൻ നോക്കുക, സപ്പോർട്ട് ചെയ്യുക. 1000 എത്തിക്കഴിഞ്ഞാൽ തന്നെ ഒരു വലിയ കാര്യം. ഒരു 1K എത്തിക്കാനാണ് ബുദ്ധിമുട്ട്. പിന്നെ എത്തിച്ചു കഴിഞ്ഞാൽ പിന്നീട് എനിക്കത് ചോദിക്കേണ്ടി വരില്ല, പതിയേശ കയറിക്കോളും എന്നൊരു വിശ്വാസമുണ്ട്. അപ്പോൾ ടീസർ റിയാക്ഷനിലേക്ക് കടക്കാം. എൻ്റെ അമ്മോ, എത്ര നേരം നിലവിളിരിക്കണു. ഈ ഒരു ടീസർ 6 മണിക്ക് ഇറങ്ങുന്ന ഓർമ്മ, പിന്നെ 6:15 ഇറങ്ങുന്ന ഓർമ്മ. ഇപ്പോൾ 6:30 ആവാറായി. എന്നിട്ട് ഇപ്പോഴാണ് ടീസർ വരണത് തന്നെ. കുറച്ചൊക്കെ സമയത്തിന് വില കൊടുക്കാം. എന്തു ആയിക്കോട്ടെ, കാത്തിരിക്കുന്ന സാധനമല്ലേ. കുറച്ച് മണിക്കൂർ അല്ലെങ്കിൽ കുറച്ച് മിനിറ്റ് കാത്തിരിക്കുന്നു, എനിക്കും പ്രശ്നമൊന്നുമില്ല. എന്തായാലും ബാ 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 ടീസർ കാണാം എങ്ങനെയുണ്ട്. സത്യം പറഞ്ഞ ഈ ലോകത്ത് എല്ലാവരും കുറച്ചൊക്കെ ഭ്രാന്തുണ്ട്. തനിക്കറിയാലോ ആരാ വരാൻ പോകുന്നതെന്ന്. മൊത്തത്തിൽ പറഞ്ഞ അവൻ ഈ ഫീൽഡിൽ നല്ല എക്സ്പീരിയൻസ് ഉണ്ടെന്ന് സാരം. ജനപ്രിയ നായകൻ ദിലീപ്. എന്റെ അമ്മ ഇതെന്തുട്ടും പോകും. പക്ഷെ ഇനി അവന്മാരുടെ ഒരു പരിപാടിയും വർക്കാവില്ല. വന്നിരിക്കുന്നത് അവന്റെയൊക്കെ തന്ത വിനീത് ശ്രീനിവാസൻ, അശോകനായിരുന്നില്ല. പിന്നെ ഒരാൾ കൂടെ ഉണ്ടായിരുന്നു സാർ. ധ്യാൻ. ഇവന്റെ ഈ കളർഫുൾ പരിപാടികളൊക്കെ ഷോയാണ്. എല്ലാരും ഉണ്ടല്ലോ. ദിലീപ്. ഇനിയാണ് എന്റെ ഷോ. കൊള്ളാം. I will take you to the miraculous universe of the most wanted person you're searching for. എന്റെ അമ്മേ. വീണ്ടും സന്ധിക്കവരേക്കും വണക്കം. സംഭവം കൊള്ളാം. ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ, ഈ ടീസർ ലാലേട്ടൻ ഫാൻസിന് എന്തെങ്കിലും ഇനി ഉണ്ടാവുമോ ഇന്നത്തെ ദിവസം എന്ന് അറിയില്ല. ലാലേട്ടൻ പടത്തിൽ ജോയിൻ ചെയ്യുന്നുള്ളൂ, മാത്രമല്ല ഷൂട്ട് തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ മേ ബി ഒഫീഷ്യലി ജോയിൻ ചെയ്തു അല്ലെങ്കിൽ കാസ്റ്റിന്റെ ഭാഗമാണെന്നുള്ള വല്ലതും ഉണ്ടായേക്കാം. അല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടാവുമെന്ന് പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നതും ഇല്ല ഇന്നത്തെ ദിവസം. പക്ഷെ ഈ ഒരു ടീസർ ഞാൻ കാത്തിരുന്ന സാധനമായിരുന്നു. കാരണം കുറെ നാളായി ദിലീപിന് ഇത്തിരി ഒരു കൊമേഡിക് അല്ലെങ്കിൽ ഒരു മാസ് റോളിൽ കണ്ടിട്ട്. അപ്പോൾ രസമുണ്ടാവുന്നു. ടീച്ചറൊക്കെ കണ്ടു, ഒരു പ്രാന്തൻ കഥാപാത്രമാണെന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട്, എല്ലാ തരത്തിലും. അല്ലെങ്കിൽ കുറെ നാളെ ദിലീപേട്ടൻ്റെ ഒരു നല്ലൊരു ക്യാരക്ടറൊക്കെ ഒന്ന് കണ്ടിട്ട്. അപ്പൊ കാത്തിരിക്കാൻ. ഇപ്പൊ ലാസ്റ്റ് ഇറങ്ങിയ പ്രിൻസ് എനിക്ക് ഇഷ്ടമായ ഒരു സിനിമയായിരുന്നു. ഇനിയിപ്പോ എപ്പോഴാണോ ഈ സിനിമ റിലീസാണത്, എന്തായാലും പണത്തിന് കാണാനുള്ള റീസണും കുറെ. ഒന്നാമത് ഇപ്പൊ ദിലീപേട്ടൻ്റെ സിനിമയാണ്, ലാലേട്ടൻ ക്യാമിയോ, വിനീത് ശ്രീനിവാസനാണ് വില്ലൻ ആയിരുന്നു. ഇതിലും കൂടുതൽ ഇനിയിപ്പോ വേറെ ഒന്നും വേണമെന്ന് എനിക്ക് തോന്നണില്ല. അപ്പോ കൊള്ളാം. ഇപ്പൊ എന്തായാലും
അടുത്തൊരു റിയാക്ഷനോ റിവ്യൂ ആയിട്ട് ഞാൻ പിന്നെ മരുന്നായിരിക്കും. അത്രയും സമയത്തേക്ക് ശരി, ബൈ.